മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മളൊക്കെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സമാധാനപരമായ ജീവിതം നയിക്കുന്ന ആളുകളാണ്. അങ്ങനെ സമാധാനപരമായ ജീവിതം നമ്മൾ നയിക്കുമ്പോഴും നമുക്ക് ചില ആശങ്കകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. നമ്മുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്, നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്, നമ്മുടെ സാമ്പത്തികമായ അവസ്ഥകളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്, നമ്മുടെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തിന്റെ പോക്കിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ആശങ്കകളും ചില പേടികളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ചില പേടികളും ആശങ്കകളും അസ്ഥാനത്തായിരിക്കും. ചിലത് നമ്മൾ പേടിക്കേണ്ടുന്നതും ആശങ്കപ്പെടേണ്ടുന്നതുമായി. ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ചില ആശങ്കകൾ അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ചില ഭയങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഈ ഒരു ചുരുങ്ങിയ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്നുള്ളതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓരോരുത്തരോടും സൂചിപ്പിക്കാനുള്ളത്. കൂടുതലായി ദീർഘിപ്പിച്ച് പറയേണ്ടുന്ന വിഷയമാണെങ്കിലും വളരെ ചുരുക്കി കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഭയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ഭയം വിശ്വാസിയിൽ ഉണ്ടാകണമെന്നില്ല. അള്ളാഹുവിനെ കുറിച്ചൊരു പേടി ഉണ്ടാകും. അള്ളാഹുവിനെ കുറിച്ചൊരു ഭയം നമ്മുടെ മനസ്സിലുണ്ടാകാം. നമ്മൾ ആലോചിക്കണം, പടച്ചോനെ കുറിച്ചൊരു പേടി, അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പേടി നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും. അള്ളാഹിനെ കുറിച്ചുള്ള പേടി എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ അവരുടെ ദേവി ദേവന്മാരെ പേടിക്കുന്ന പോലെയുള്ള ഒരു ഭയമല്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നമ്മളുടെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്റെ ജീവിതം അത് പടച്ചവൻ തൃപ്തിപ്പെട്ട ഒരു അവസ്ഥയിലാണോ മുന്നോട്ട് പോകുന്നത് എന്ന ഒരു ആശങ്ക നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എന്നെ അള്ളാഹു തൃപ്തിപ്പെടുമോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ കഴിഞ്ഞു പോകുന്ന എന്റെ ജീവിതവും എന്റെ ആരാധനാ കർമ്മങ്ങളും അല്ലെങ്കിൽ എന്റെ ഇടപാടുകളും എന്റെ സാമ്പത്തികമായ ബന്ധങ്ങളും എന്റെ സൗഹൃദ വലയങ്ങളും ഞാൻ ചെയ്യുന്ന ജോലിയും എന്റെ രീതികളും അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ളതാണോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടല്ലോ. അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പേടി, നമ്മുടെ ജീവിതം അള്ളാഹുവുമായി ബന്ധപ്പെടുന്ന സമയത്ത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ആശങ്ക നമ്മളിൽ ഉണ്ടോ എന്ന് ആലോചിക്കണം. പണ്ഡിതന്മാരെങ്ങനെ അതിനെ പറ്റി പറയുന്നിടത്ത് കാണാം, അള്ളാഹുവിനെ സംബന്ധിച്ച് പേടി മാത്രം നമ്മളിൽ ഉണ്ടാകാൻ പറ്റില്ല. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള പേടിയും ഉണ്ടാകണം, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഇഷ്ടവും ഉണ്ടാകണം, അതേപോലെ റബ്ബിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രതീക്ഷയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് മൂന്നും കൂടിയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സൂറത്തു ഇസ്രായിലെ 57-ാമത്തെ ആയത്താണ് പണ്ഡിതന്മാർ അതിനൊരു തെളിവായി ഉദ്ധരിക്കുന്നത്. ഈ മൂന്ന് സംഗതികളും വിശ്വാസികളിൽ ഉണ്ടാകണം എന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ നമ്മൾ വീടുകളിൽ പോയിട്ട് ആയത്തും അതിന്റെ വിശദീകരണവും ഒക്കെ ഒന്ന് നമ്മൾ വായിച്ചു നോക്കാം. മൂന്നുണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഇഷ്ടമുണ്ടാകണം, താല്പര്യമുണ്ടാകണം. ആ ഇഷ്ടത്തിൽ നിന്നുകൊണ്ടുള്ള ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആ ഇഷ്ടത്തോടുകൂടി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് റബ്ബ് തൃപ്തിപ്പെടുമോ എന്നുള്ള പേടി ഉണ്ടാകണം. ആ റബ്ബ് തൃപ്തിപ്പെടുമോ എന്നുള്ള പേടിയോടുകൂടെ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോഴും അള്ളാഹു ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. ഇതാണ് ഒന്നാമത്തെ പേടി, അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഭയം. രണ്ടാമത്തെ പേടി എന്ന് പറഞ്ഞാൽ നമ്മളിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ പിന്നിട്ട ആളുകളാണ്. ജീവിതത്തിൽ നല്ല കാലങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നല്ല കാലങ്ങൾ ഉദ്ദേശിച്ചത് അള്ളാഹുവിനുള്ള ആരാധനകളിൽ നമ്മൾ ജീവിച്ച ഒരു ശ്രദ്ധയുണ്ടായ ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലവും ചിലപ്പോൾ ഉണ്ടാവും. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ പോയൊരു കാലം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ തെറ്റുകൾ അധികരിച്ചു പോയിട്ടുള്ള ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഒരു പേടി നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യന്റെ കഥ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല സമ്പത്തുണ്ടായിരുന്ന, സന്താനങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യൻ. അദ്ദേഹം ജീവിതത്തെ വളരെ സന്തോഷപൂർവ്വം അടിച്ചുപൊളിച്ച് ജീവിച്ചു. കുറച്ചും കൂടെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി എന്ന. പക്ഷെ അവസാന കാലം എത്തിയപ്പോ താൻ ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് ആലോചിച്ച് അദ്ദേഹത്തിന് വല്ലാത്തൊരു ഭയപ്പാടുണ്ടായി എന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം അങ്ങനെ പഠിക്കും. അദ്ദേഹത്തിന് വല്ലാത്തൊരു പേടിയുണ്ടായി.
അങ്ങനെ അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മക്കളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ശവശരീരം കത്തിച്ചു കളയണം. കത്തിച്ചു കളഞ്ഞിട്ട് അതിന്റെ ചാരം നിങ്ങൾ സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി നന്നായി കാറ്റ് വീശുന്ന സമയത്ത് നിങ്ങൾ അത് കടലിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു കളയണം. അതിങ്ങനെ ഒരു പൊടിയായി ഇങ്ങനെ പാറിപ്പോകട്ടെ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ വലിയ ശിക്ഷയ്ക്ക് ഇരയാകേണ്ടി വരുമെന്നുള്ള പേടി അദ്ദേഹത്തിനുണ്ടായി എന്ന ആ ഭയം നിമിത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാപം പൊറുത്തു കൊടുത്തു എന്നാണ് ആ കഥ വിശദീകരിക്കുന്നത്. അവസാനമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് എപ്പോഴെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ? പടച്ചോനെ, എന്തൊക്കെയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ളത്? അല്ലാഹു എങ്ങാനും ഞാൻ ആ ചെയ്തു കൂട്ടിയതിനെ പിടികൂടുകയാണെങ്കിൽ നാളെ പരലോകത്ത് എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു ആശങ്ക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞുപോയ തെറ്റുകളെ കുറിച്ച്, ഇനി ചെയ്യാനിരിക്കുന്ന തെറ്റുകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന തെറ്റുകളെ കുറിച്ചുള്ള പേടിയും വിശ്വാസികൾക്ക് ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കഅന്നഹു ഖാഇദു തഹത ജബലി യഖാഫു അൻ യഖഅ അലൈഹി. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുക, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു പോവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തെറ്റിനെ വിശ്വാസി നോക്കിക്കാണുന്നത് ഒരു പാറ ഇങ്ങനെ വീഴാൻ വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. നമ്മളിങ്ങനെ ഒരു ഗുഹയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പാറക്കൽ ഇങ്ങനെ ഉരുണ്ട് നമ്മളുടെ നേരെ വീഴാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ എത്ര പേടിക്കുമോ അത്ര വിശ്വാസി തിന്മയെ സംബന്ധിച്ചിട്ടുള്ള പേടി അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നമുക്കുണ്ടോ? എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോ, കച്ചവടത്തിൽ പടച്ചോനെ ഹറാമ് വന്നുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, അല്ലെങ്കിൽ തെറ്റിലേക്ക് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ഒരു പാറക്കല്ല് ഉരുണ്ട് വീഴുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പോലെയുള്ള പേടി നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിന്റെ തുടർച്ചയായി കൊണ്ട് പറയാം, എന്നാൽ ഒരു ഫാജിറായ മനുഷ്യൻ, ഒരു തെമ്മാടിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റുകളെ നോക്കിക്കാണുന്നത് മൂക്കിന്റെ മുമ്പിൽ വരുന്ന ഒരു ഈച്ചയെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ മൂക്കിന്റെ മുമ്പിൽ ഒരു ഈച്ച വന്ന് നമ്മൾ എന്താ കേട്ടാ ഒരു കൈയോട് ഇങ്ങോട്ട് തട്ടിക്കളയും. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ. അങ്ങനെയൊക്കെ നോക്കിയപ്പോ എങ്ങനെ ജീവിക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്ന ആൾക്കാർ. കച്ചവടത്തിൽ ഒക്കെ ഇസ്ലാമിക നിയമങ്ങളൊക്കെ നോക്കാൻ പറ്റുക, പിന്നെ ഇന്നത്തെ കാലത്ത് കച്ചവടം ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ടോ? പലിശനൊക്കെ പാടെ ഒഴിവാക്കിയാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റുക? അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിങ്ങനെ തന്റെ മൂക്കിന്റെ മുമ്പിലുള്ള ഒരു ഈച്ചയെ തട്ടിക്കളയുന്ന ലാഘവത്തിൽ തിന്മയെ തട്ടിക്കളയുന്ന ആളുകൾ അവർ ഫാജിറുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഏതിലായിരിക്കും പെടുക? ഒരു പാറക്കല്ല് ഉരുണ്ട് വീഴുന്നവന്റെ ഒരു പേടിയിലാണോ ഉണ്ടാകുക, അല്ലെങ്കിൽ വളരെ ലാഘവത്തോടുകൂടെ മൂക്കിന്റെ മുമ്പിൽ വരുന്ന ഈച്ചയെ തട്ടിക്കളയുന്ന ലാഘവത്തിലാണോ നമ്മൾ ഉള്ളത് എന്ന് ആലോചിക്കണം. തെറ്റുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പേടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എളുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകാം. മൂന്നാമത്തെ ഒരു ഭയം എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പേടി. പടച്ചവന്റെ മുമ്പിൽ നാളെ പോയി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദുനിയാവിലെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ടുള്ള പേടി നമ്മളിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹിജ്റിലെ 49-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാം, നബ്ബിഅ ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, എന്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുക്കുക, അനൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനും ഞാൻ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനുമാണ് എന്ന് എന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് തൊട്ടു ശേഷമുള്ള 50-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ആ അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു പാപം പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നത് വഅന്ന അദാബി വൽ അദാബുൽ അലീം, അതും കൂടി പറഞ്ഞു കൊടുക്കണം. ഞാൻ ഗഫൂറാണ് റഹീമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ കൂടെ വഅന്ന അദാബി, തീർച്ചയായും എന്റെ ശിക്ഷ വൽ അദാബുൽ അലീം, അത് അങ്ങേയറ്റം വേദനാജനകമായ കഠിനമായ ശിക്ഷയായിരിക്കുമെന്നും എന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി കൊണ്ട് ശിക്ഷിക്കുന്നവനാണ് എന്നും, തീർച്ചയായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് അവർ അറിയിച്ചു കൊടുക്കാറ്. പടച്ചവന്റെ അദാബിനെ കുറിച്ചുള്ള ഒരു പഠിത്തം ദുനിയാവിൽ അല്ലാഹുവിന്റെ ശിക്ഷ ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും.
ദുനിയാവിൽ നിന്ന് നമ്മളെ പാഠം പഠിപ്പിക്കാൻ ചിലപ്പോൾ അല്ലാഹു ചെറിയ ശിക്ഷകൾ തരും. നാളെ പരലോകത്ത് അതിന്റെ വലിയ ശിക്ഷയുണ്ടാവും. ആ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ നാളെ പരലോകത്ത് ഉണ്ടാകുമോ എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. ആ പേടി ഉണ്ടാകുമ്പോഴാണ് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളെ കുറിച്ച് നമ്മൾ ആലോചിക്കുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നന്മകളെ കുറിച്ചും അതിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ചും പറയുന്നതിനോടൊപ്പം തന്നെ തിന്മകളെ കുറിച്ചും അതിന് ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ഇനി നാലാമതായി കൊണ്ടുള്ള ഒരു ഭയം എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിൻ അദ്മി ഖബൂലിൽ ഹസന. നമ്മുടെ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടാതിരിക്കുമോ എന്നുള്ള പേടി ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്നത് നോമ്പെടുത്തിട്ടുണ്ട്, സുബഹിക്ക് പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചിട്ടുണ്ട്, ഇപ്പൊ 11 റക്അത്ത് തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് ഒഴിവ് കിട്ടിയ സമയത്ത് നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഇത് പടച്ചോൻ സ്വീകരിക്കാതിരിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ടും അള്ളാഹു സ്വീകരിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഇന്ന് ഇശാഇനെ പാരായണം ചെയ്ത സൂറത്തുൽ ഗാശിയയുടെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ആമിലത്തുൻ നാസിബ, പ്രവർത്തിച്ച് ക്ഷീണിച്ചവരായ മനുഷ്യന്മാർ. പ്രവർത്തിച്ച് ക്ഷീണിച്ചവരായ മനുഷ്യന്മാർ നോമ്പെടുത്ത് ജോലി ചെയ്ത് ഒരുപക്ഷെ നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും. ആ ക്ഷീണം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ടായിരിക്കും. വീണ്ടും ക്ഷീണത്തിനൊന്ന് റെസ്റ്റ് എടുക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ ഇരുന്ന് ഈ സംസാരവും കേൾക്കുന്നുണ്ടായിരിക്കും. ക്ഷീണിച്ച മനുഷ്യന്മാർ, അള്ളാഹു പറയാ ആമിലത്തുൻ നാസിബ, പ്രവർത്തിച്ച് ക്ഷീണിച്ച മനുഷ്യന്മാർ. ഒൽക്ക് സ്വർഗം ഉണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. തൊട്ടു ശേഷമുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത് തസ്ലാ നാറൻ ഹാമിയ, അവര് കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് ചെന്നുകൊടുമെന്ന് അള്ളാഹു പറഞ്ഞു. പ്രവർത്തിച്ച് ക്ഷീണിച്ച ആളുകൾ. ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നത് അഹ്ലു ഇബാദാത്തി വ അമൽ. പ്രവർത്തിച്ച് ക്ഷീണിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പന എടുത്തോലും അല്ലെങ്കിൽ റോഡ് പണി എടുത്തോലും അങ്ങനെ പേരുകൊണ്ട് ജീവിച്ചോലും പറ്റില്ല. അഹ്ലു ഇബാദാത്ത്, ആരാധനാ കർമ്മങ്ങൾ ചെയ്ത ആളുകൾ, വഅമൽ, അമലു സ്വാലിഹാത്തുകൾ ചെയ്ത ആളുകളാണ്. ഇതിന്റെ പ്രശ്നം പിന്നെ പ്രവർത്തിച്ചു ക്ഷീണിച്ചിട്ടും പിന്നെ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താ? ഈമാൻ ഇല്ലാതെയാണ് അതൊക്കെ ചെയ്തത്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ഇന്ന് എടുത്ത നോമ്പ് ഈമാൻ ഇല്ലാതെ ഒരു എടുക്കലാണ് നമ്മൾ നോമ്പ് എടുത്തതെങ്കിൽ, നമ്മൾ ഇന്ന് ഇവിടെ 11 റക്അത്ത് നിസ്കരിച്ചത് ഈമാൻ ഇല്ലാതെയാണ് നമ്മൾ ഇത് നിർവഹിച്ചതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കൂലാണ്. നോമ്പെടുത്തത് കൊണ്ട് മാത്രം സ്വീകരിച്ചോളാമെന്ന് അള്ളാഹു വാക്ക് തന്നിട്ടൊന്നുമില്ല. നോമ്പെടുത്തിട്ടും നാളെ പരലോകത്തെത്തി ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പെടുത്തിട്ടും ഒന്നുമില്ലാത്ത ആൾക്കാർ, വെറും ക്ഷീണവും വിശപ്പും മാത്രം ബാക്കിയാകുന്ന ആളുകൾ നാളെ പരലോകത്തുണ്ടാവുന്നത്. നിന്ന് നിസ്കരിച്ചിട്ട് ആ ഒരു ക്ഷീണം മാത്രം ബാക്കിയാകുന്ന മനുഷ്യന്മാർ നാളെ പരലോകത്ത് ഉണ്ടാകുമെന്ന് ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പടച്ചോനെ ഇന്റത് സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ഒരു ഭയം എന്ന ഒരു ആശങ്ക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത്. ഇന്റത് സ്വീകരിക്കാതിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തുൽ മുഅ്മിനൂനിലെ 60-ാമത്തെ ആയത്തിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, വല്ലദീന യുഖ്തൂന മാ ആതു വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് ദാനം ചെയ്യുന്ന ആളുകൾ, വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ ഭയത്തോടുകൂടി നടുങ്ങുന്ന ആളുകളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സംശയം ചോദിച്ചു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അതെന്താ ദാനം ചെയ്തിട്ടും പിന്നെന്തിനാ ഒരു പേടിക്കണത്? ദാനം ചെയ്തിട്ട് പിന്നെന്തിനാ ഒരു പേടിക്കണത്? നമ്മൾ എന്തുകൊണ്ടാ തറാവീഹ് നിസ്കരിച്ചിട്ട് പേടിക്കാത്തത്? നമ്മൾ എന്തുകൊണ്ടാ നോമ്പെടുത്തിട്ട് നമ്മൾ പേടിക്കാത്തത്? ആലോചിക്കാം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇവരെന്തിനാണ് പേടിക്കണത്? അവർ മദ്യപിക്കുന്ന ആളുകളാണോ? മോഷണം നടത്തുന്ന ആളുകളാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, കാര്യം അങ്ങനെയല്ല. അവർ നമസ്കരിക്കുന്ന ആളുകളാണ്, നോമ്പെടുക്കുന്ന ആളുകളാണ്, സ്വതഖ ചെയ്യുന്ന ആളുകളുമാണ്. പക്ഷേ അവർ അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതിരിക്കുമോ എന്ന് പേടിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇതൊക്കെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പടച്ചോനെ സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ഭയമുള്ള ആളുകളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ നിസ്കരിച്ച 2 റക്അത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നറിയുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഗതി. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പോയിച്ചോ, പടച്ചോനെ തുറക്കെ ചെയ്തിട്ടും
ഇത് സ്വീകരിക്കാതാവുന്ന ഒരു അവസ്ഥ നാളെ പരലോകത്ത് എനിക്കുണ്ടാകുമോ എന്ന് നമ്മൾ പേടിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ പുനർനിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു നിർമ്മിച്ചതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബനാ തഖബ്ബൽ മിന്നാ. അള്ളാഹു അല്ലേ പറഞ്ഞത്, അത് ചെയ്യില്ലേ, ഇത് ബാക്കി പടച്ചവനായിക്കോട്ടെ എന്നാണോ? അല്ല, ചെയ്ത് കഴിഞ്ഞിട്ടും റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. നമ്മളും പ്രാർത്ഥിക്കണം. ഓരോ സൽപ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പടച്ചോനെ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണമേ, പടച്ചവനെ ന്യൂനതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് നൽകണമേ, അല്ലാഹുവേ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് നൽകണമേ, എന്നിട്ട് ഞങ്ങളിൽ നിന്നത് പരിപൂർണമായ അർത്ഥത്തിൽ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ എന്റെ സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ഭയമുണ്ടാകണം. അഞ്ചാമതായി അവസാനമായി സൂചിപ്പിക്കാനുള്ളത് അൽ ഖൗഫു മിനൽ വുഖൂഇ സയ്യിഅ ഫി മുസ്തഖ്ബൽ, ഭാവിയിൽ ചിന്മയിൽ അകപ്പെടുമോ എന്നുള്ള ഒരു പേടി. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഉസ്താദ് നോമ്പൊക്കെയുള്ള ആൾക്കാരെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, ദീനിന്റെ സദസ്സുകളിൽ ഇരിക്കുന്ന, ദീനുമായി ബന്ധമുള്ള ആൾക്കാരെ ഭാവിയിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നതിനെ കുറിച്ചും ഒരു ആശങ്കയുണ്ടായിരിക്കണം. സ്വഹാബത്തിനെ സംബന്ധിച്ചിലെ അവർ നിഫാഖ് ഭയപ്പെട്ട ആളുകളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യമായി മുനാഫിഖീങ്ങൾ ആരാണ് എന്ന് സ്വഹാബിക്ക് അറിയിച്ചു കൊടുത്തപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നാലെ പോയിട്ട് ചോദിച്ചൊരു ചോദ്യം, എന്റെ പേരെങ്ങാനും ആ മുനാഫിഖീങ്ങളുടെ പട്ടികയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കണം, പടച്ചോനെ ഞാൻ എന്റെ സ്വഭാവം അല്ലെങ്കിൽ എന്റെ വിശ്വാസങ്ങളിൽ വല്ല അബദ്ധവും ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യണമൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ എന്റെ ഈമാൻ പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചില മുൻഗാമികൾ പറയുന്നത് കാണാം, ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചെടുത്ത് ഞാൻ എങ്ങനെയാണ് നിർഭയനായിക്കൊണ്ടിരിക്കുക. താബിഈങ്ങളുടെ വർത്തമാനങ്ങളിൽ കാണാം, ഞാൻ കണ്ട സ്വഹാബത്ത് എല്ലാവരും തങ്ങളിൽ നിഫാഖിനെ ഭയപ്പെട്ട ആളുകളായിരുന്നു, നിഫാഖിനെ ഭയപ്പെട്ട ആളുകളായിരുന്നു. അതേപോലെ തന്നെ കാണാം, മാ മിൻകും അഹദുൻ യഖൂൽ ഇന്നഹു അലാ ഈമാനി ജിബ്രീൽ വ മീകായിൽ, ഞങ്ങളൊക്കെ ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഈമാനുള്ളവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഭയപ്പെടണം. നമ്മൾ ഇതിൽ തന്നെ ഇതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുമോ എന്ന് ആലോചിക്കണം. ദീനിന്റെ സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടും യുക്തിവാദങ്ങളിലേക്ക് തെറ്റിപ്പോകുന്ന മനുഷ്യന്മാരില്ലേ? ഖുർആൻ പഠിച്ച മനുഷ്യന്മാർ, ഹദീസ് പഠിക്കുന്ന മനുഷ്യന്മാർ, പഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ തൗഫീഖ് നഷ്ടപ്പെടാൻ. ഈ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വലിയൊരു അനുഗ്രഹമാണ്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുള്ളൂ, നിലനിർത്തുകയും ചെയ്യുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവിന് കൊടുക്കാത്ത അനുഗ്രഹമാണ് ഹിദായത്ത് എന്ന് പറഞ്ഞത്. ചില പ്രവാചകന്മാരുടെ ഭാര്യമാർക്ക് കൊടുക്കാത്ത, മക്കൾക്ക് കൊടുക്കാത്ത മഹാ അനുഗ്രഹമാണ് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ. നമ്മൾ അതിനെ കാത്തു സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഊരിയെടുക്കും. നല്ല ദീനിന്റെ രംഗത്തുണ്ടായിരുന്ന മനുഷ്യന്മാർ, പഠിച്ച മനുഷ്യന്മാർ പയ്യെ 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 ഞാൻ കുറച്ചൊന്ന് ഫ്രീ ആകട്ടെ എന്ന് പറഞ്ഞ ആളുകൾ പിന്നെ ഒന്നായിട്ട് ഫ്രീ ആയി. ദീനിന്റെ രംഗത്ത് നിന്ന് തന്നെ പിന്നോട്ട് വലിഞ്ഞ മനുഷ്യന്മാർ, പിന്നെ അവർ ബുദ്ധിജീവികളായി, പിന്നെ അവർ യുക്തിജീവികളായി, പിന്നെ ചില യുക്തിവാദികളായിക്കൊണ്ട് മാറുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ പേടിക്കണ്ടേ? പക്ഷെ നാളെ ഇതിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ള പേടി നമുക്കുണ്ടാകണ്ടേ? നമ്മളുടെ മക്കളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ പേടിക്കണ്ടേ? വളർന്നു വരുന്ന മക്കളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ പേടിക്കണ്ടേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്ത്. ആ പ്രാർത്ഥനയിൽ കാണാം, അള്ളാഹുവേ എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തേണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അതും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മരണാസന്നനായ സമയത്ത് മക്കളോട് ചോദിച്ചില്ലേ, മാ തഅബുദൂന മിൻ ബഅദി, നിങ്ങൾ എനിക്ക് ശേഷം എന്തൊന്നിനെയാണ് ആരാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ മക്കൾ കൊടുത്ത മറുപടി, ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. നമ്മുടെ വാപ്പയായ ഇബ്രാഹിമും ഇസ്മായിലും ഇസ്ഹാഖും ഒക്കെ ആരാധിച്ച ഏകനായ റബ്ബിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് മക്കൾ മറുപടി കൊടുത്തു.
നമ്മളെ മക്കൾക്ക് തൗഹീദ് എന്താണെന്നറിയൂ.